ഇന്ന് ഒരു ദിവസം മിന്നുക്കുട്ടിയുടെ മുടി സംരക്ഷണ ദിവസമാണേ. ഇന്ന് ജിമ്മിൽ പോവണ്ട. അപ്പം ഞാൻ മുടി ഒന്ന് ഹോട്ട് ഓയിൽ മസാജൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ തലയുടെ ഫ്രണ്ട് താരനൊക്കെ ഒത്തിരി അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ താരനൊക്കെ ഒത്തിരി വ്യത്യാസം വന്ന് തലയുടെ ഫ്രണ്ട് വശം 2 വശമാണ് ഇപ്പം താരന് മിക്കവാറും ഉള്ളത്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റേത് താരം നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാമായിരുന്നു. ഇപ്പം ബാക്കിൽ അങ്ങനെയുള്ള എല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നല്ല തിക്നെസ് ഉള്ള മുടിയും ഒക്കെ ആയിരുന്നേ. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോക്ക്. അത് നടത്തി അതിൻ്റെ 2 സൈഡ് എഫക്റ്റാണ്. ഒന്ന് വണ്ണം വെക്കുക, ഒന്ന് മുടി കൊഴിയുക. ഇത് രണ്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല തിക്നെസ് ഉള്ള മുടിയായിരുന്നു കൊച്ചിലെയൊക്കെ. അപ്പം നമുക്ക് പിടിച്ചാലിങ്ങനെ കെട്ടാൻ പറ്റത്തില്ല, അതുപോലത്തെ മുടിയായിരുന്നു. 2ആയിട്ട് പിന്നിയിട്ടുണ്ടൊക്കെ ആയിരുന്നു നടക്കുന്നത്. അത് നമുക്ക് ഇപ്പം മുടി എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ മുടി ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ അത് ഓരോന്നും നീളത്തിൽ അങ്ങനെ വരുമായിരുന്നു. ഇടയ്ക്ക് ഒരു പൊട്ടലോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. മാമാട്ടുകുട്ടിയമ്മയുടെ സ്റ്റൈലിലൊക്കെ വെട്ടിയിട്ടുകൊണ്ടായിരുന്നു നടക്കുന്നത്. പക്ഷേ ഇപ്പം തിക്നെസ്സിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യുന്ന, പിന്നെ ബ്യൂട്ടി പാർലറിൽ നിന്നൊരു പോയി ഒരു സ്പായൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യും. പിന്നെ അവിടെ മുഖത്തിനൊക്കെ ഇങ്ങനെ ചെറിയ കറുപ്പ് പോലൊക്കെ വരുന്നത് അതെല്ലാം താരൻ്റെ ആണെന്നാണ് പറയുന്നത്. അതിന് ചെറിയൊരു ക്ലീനപ്പും ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം അതൊക്കെ ചെയ്യിക്കാറുണ്ട്. ഞാനല്ല ചെയ്യുന്നത്, ബ്യൂട്ടി പാർലറിൽ. ഇതിപ്പം പിന്നെ ഞാൻ ഇത് ഒരു ഹോട്ട് ഓയിൽ മസാജ്, ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് ഓയിലൊഴിച്ച് അത് ഇങ്ങനെ ഓയിൽ പുരട്ടി നല്ലോണം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു പഞ്ഞി ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അത് ഒരു സർക്കുലേഷനും നടക്കും ബ്ലഡിൻ്റെ. ഇങ്ങനെ ചെയ്യും. എന്നിട്ട് മുന്നോട്ടിട്ട് ചീവി, മുന്നോട്ട് മുടി ചീവുന്നത് മുടി വളരാൻ നല്ലതാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുടി മുന്നോട്ടിട്ട് ചീവി കൊടുക്കും. പിന്നെ ഓയിൽ പുരട്ടി കഴിയുമ്പോൾ നമ്മൾ ചീവുമ്പോൾ എല്ലായിടവും പറ്റുകയും ചെയ്യുമല്ലോ എണ്ണ. അങ്ങനെ കുറച്ചൊക്കെ മസാജൊക്കെ ചെയ്ത് ഒരു 10 മിനിറ്റ് ഇരിക്കും. അതിന് ശേഷം പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും കൂടെ പുരട്ടും. ഇതിപ്പം ഞാൻ ഈ മുട്ടയുടെ വെള്ളയും ഒക്കെ കൂടെ എടുക്കുമ്പം അതിനകത്ത് റോസ്മേരി ഓയിലായിരുന്നു ഞാൻ ഒഴിക്കാറുണ്ട്. ഇപ്പം അന്നേരം ഞാൻ തലയിൽ എണ്ണ അങ്ങനെ പുരട്ടാറില്ല. അപ്പം ഇത് എനിക്ക് റോസ്മേരി വാട്ടറും സെറവും ഓയിലും ഒക്കെ എനിക്ക് വളരെ എഫക്റ്റീവായിട്ട്, മോളുടെ മുടിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനും ഒക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഞാനൊക്കെ ഉഴപ്പിയ എൻ്റെ കാര്യത്തിൽ. അവളുടെ കാര്യത്തിൽ ഞാനിതൊക്കെ ചിട്ടയായിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇത് ഇപ്പം മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും കൂടെയാണ്. അത് പുരട്ടി ഒരു 20 മിനിറ്റ് കൂടെ ഇരിക്കും. എന്നിട്ടാണ് കുളിക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാറുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഒരു സർക്കുലേഷനും ഒക്കെ നടക്കുമല്ലോ. ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വലിയ ഇഷ്ടവും അവൾക്ക്. മസാജൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അതൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അവളുടെ ഒരു പ്രതീക്ഷയുണ്ട്. എന്തെന്നറിയാമോ? അവൾക്ക് മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ബേക്കറി ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എരിവുള്ള മിച്ചർ. അപ്പോൾ ആ മിച്ചർ കിട്ടും. ഇത് കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ. അന്നേരം ഞാൻ ഒരു മിച്ചർ കൊടുക്കും. കൊച്ചിലേക്ക് കുറേ മിച്ചറൊക്കെ തിന്നുമായിരുന്നേ. ഇപ്പോൾ അതൊന്നും കൊടുക്കത്തില്ല. പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കും. ഇപ്പോൾ ദാണ്ട മിച്ചറ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ. അതിന് അവളുടെ ഏറ്റവും ഫേവററ്റ് സാധനമാണ്. പിന്നെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കും. അല്ലാതെ ഞാൻ ഇടയ്ക്കൊന്നും കഴിക്കാൻ കൊടുക്കത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാലും അവരുടെ കയ്യിലൊരു പാക്കറ്റ് മിച്ചർ എന്തായാലും ഉണ്ടായിരിക്കും. കാരണം അവൾക്ക് മിച്ചർ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ മിച്ചർ കൊടുക്കും. മിച്ചർ കൊടുത്ത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഈ എണ്ണയൊക്കെ പുരട്ടുമ്പോൾ അവൾക്കറിയാം അടുത്തൊരു മിച്ചർ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. ഇനി 20 മിനിറ്റ് കഴിയുമ്പം കുളിക്കും.